എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ DMLT, അതുപോലെ തന്നെ DOT, ഈ ഒരു രീതിയിലുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് ഏകദേശം 16ഓളം കോഴ്സുകളാണ് ഡിപ്ലോമ കോഴ്സുകളായിട്ട് വരുന്നത്. ഇതിൽ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പകരം മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഫാർമസി കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് ഏകദേശം ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വർഷത്തെ കോഴ്സാണ് ഇത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിപ്ലോമ കോഴ്സുകളിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനല്ല അപേക്ഷ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കോഴ്സ് ലിസ്റ്റ് പ്രോസ്പെക്ടസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുക. ഒക്ടോബർ 15-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക. ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കുക. അതുപോലെ തന്നെ സർവീസ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് അപേക്ഷകർക്ക് ഇവിടെ നിർദ്ദേശം, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശങ്ങൾ നോക്കി സർവീസ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അക്ഷയ വഴിയാണ് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെയാണ് അപേക്ഷിക്കുന്നത് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. സബ്മിറ്റഡ് ആണോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നോക്കാം. കാരണം ചില അക്ഷയയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതെ ഒക്കെ ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാം. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ, അതുപോലെ ലോഗിൻ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ്, ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി, അതുപോലെ സർവീസ് കാൻഡിഡേറ്റ്സ്, അതുപോലെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നിങ്ങനെ 2 ലിങ്കുകൾ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID കിട്ടിയിട്ടില്ല എങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നിവ ഇതിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ID എന്നിവ നൽകി റിക്കവർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡല്ല വെച്ചിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് ഇത് താഴെയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റ് മോഡിൽ വെച്ചതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഇവിടെ യുവർ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നിങ്ങനെ കാണിക്കും. അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് റിക്കവറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഈ ഒരു രജിസ്ട്രേഷൻ IDയും ചലാൻ നമ്പറും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചില സമയത്ത് സൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് അല്ല, നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസുകൾ റോങ് ആണ്, അതായത് റോങ് ക്രെഡൻഷ്യൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് തെറ്റല്ല, കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പിന്നീട് വീണ്ടും അത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ IDയും ചലാൻ നമ്പറും റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ IDയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജാണ്. അത് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളടത്ത് ഇൻകംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് അല്ലെങ്കിൽ ചുവപ്പ് കളറിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ യുവർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച കളറിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച കളറിൽ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മാർക്ക് എൻട്രി കറക്റ്റ് അല്ല, അതായത് എൻട്രി ചെയ്തിട്ടില്ല എങ്കിൽ, അത് +2ൻ്റെ ആ ഒരു +2 സെക്കൻഡ് ഇയറിലെ മാർക്ക് എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ മാർക്ക് അതായത് എൻട്രി എന്നുള്ള ഭാഗത്ത് നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലോഗിൻ ചെയ്ത പേജിലും ഇതേ രീതിയിൽ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു ഭാഗത്തായിട്ട് മാർക്ക് എൻട്രി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്ന സമയത്ത് പിന്നീട് കൺഫർമേഷൻ പേജ്
പേജ് എത്തുന്നതാണ്. ആ ഒരു കൺഫർമേഷൻ പേജിൽ നിങ്ങൾ കൺഫേം ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ നൽകിയുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ അപ്ലോഡ് ഫോട്ടോ, അപ്ലോഡ് ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷനുകളും വേറെ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ആ ഒരു അപ്ലോഡഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഇതുപോലെ സൈഡിലായിട്ട് 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണുക. അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് ലോഗിൻ ചെയ്ത പേജിലാണ് ഉണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ അതൊക്കെ പരിശോധിച്ച് നോക്കുക. എല്ലാം കറക്റ്റാണ് എന്നുള്ളത് കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് ഉറപ്പുവരുത്തുക. നിങ്ങൾക്കുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫീസ് ആനുകൂല്യത്തിന് വേണ്ടി ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്, എല്ലാ കാര്യങ്ങളും ഒരു 2 പ്രാവശ്യം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പ് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അതായത് പ്രിവ്യൂ പേജ് കൺഫർമേഷൻ പേജിൽ തന്നെയാണ് ഉണ്ടാവുക. അതിൽ നിങ്ങളുടെ നേരത്തെ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി ഒന്ന് തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം, അതുപോലെ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പിന്നീട് നിങ്ങളുടെ ഡീറ്റെയിൽസ് തിരുത്താനായിട്ട് ആ ഒരു സമയം സാധിക്കില്ല. പിന്നീട് കറക്ഷൻ പീരീഡിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണ് തെറ്റ് അത് തിരുത്താനായിട്ട് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു തെറ്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പരിഹരിക്കാൻ നിൽക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ അതായത് കൺഫർമേഷൻ ചെയ്യും മുമ്പ് തന്നെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തി ആ ഒരു കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യും മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അതായത് ആ ഒരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അത് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ ശേഷം പിന്നീട് LBS സെൻറ്റർ നിന്നുള്ള ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് എവിടെയെങ്കിലും തെറ്റുണ്ടോ, നൽകിയ ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലും എറർസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തെറ്റൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടും. അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടെമ്പററി ആയിട്ട് റിജക്റ്റ് ചെയ്യപ്പെടും. അത് താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസൊക്കെ വെരിഫൈ ചെയ്ത ശേഷം എല്ലാം ഓക്കെ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലാണ് കാണാനായിട്ട് പറ്റുക. റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ ആ ഒരു പുതിയ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കോഴ്സും അതായത് ഈ ഒരു ഡിപ്ലോമ കോഴ്സിലേക്ക് 600 രൂപയാണ് ഫീസ് വരുന്നത്. SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ 300 രൂപയാണ് വരുന്നത്. സർവീസ് കോട്ടയിലും 600 രൂപയാണ് ഫീസ് വരുന്നത്. പുതുതായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള കോളേജ് ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയോ പുതിയൊരു കോളേജുകൾ ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു ചിലപ്പോൾ ഡിപ്ലോമയിലെ ചില കോഴ്സുകൾക്ക് ജോലി സാധ്യത കുറവായിരിക്കും. അതായത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ് മേഖലയിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ജോലി ഉണ്ടായിരിക്കുക. ഈ ഒരു കോഴ്സ് പഠിച്ച ശേഷം പിന്നീട് നിങ്ങൾ ഈ ഒരു PSC പരീക്ഷയൊക്കെ എഴുതി ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണോ, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൽ ജോലി സാധ്യത എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കോഴ്സിൻ്റെയും ജോലി സാധ്യത എന്താണ്, അതുപോലെ തന്നെ ഇത് പഠിച്ചാൽ വിദേശത്ത് നിങ്ങൾക്ക് ജോലി സാധ്യത ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്
അവസരമാണ് DPharm പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ജോലിയാണ് കിട്ടുക എന്നുള്ളത്. DPharm എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. ഈ ഒരു DPharm കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗിൻ്റെ, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു രജിസ്ട്രേഷൻ കിട്ടും. അങ്ങനെ രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഒരു എക്സാം ഉണ്ട്. നെക്സ്റ്റ് എക്സാം എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു എക്സാം എഴുതിയ ശേഷം നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ നാട്ടിലുള്ള ഏത് മെഡിക്കൽ ഷോപ്പിലും അല്ലെങ്കിൽ ഫാർമസിയിലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു എക്സാം കൂടി നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഈ ഒരു DPharmന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു BPharm കോഴ്സിലേക്കുള്ള ലാറ്ററൽ എൻട്രി എക്സാം വഴി ഈ ഒരു BPharm സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അത് പ്രവേശന പരീക്ഷ കമ്മീഷനാണ് ആ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഓരോ കോഴ്സ് പഠിക്കാം. നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന് എന്തൊക്കെ ജോലി സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം ഈ ഒരു അപേക്ഷ നൽകുക. ഒക്ടോബർ 15-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ ഓൺലൈനായിട്ട് നൽകി 17-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.